ഇന്ന് നമ്മൾ കുതിരവാലിക്കഞ്ഞിയാട്ടോ വെക്കുന്നത്. കുതിരവാലി എന്ന് പറയുന്നത് ജാമയൊക്കെ പോലെ തന്നെ ഒരു മില്ലറ്റാണ്. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ വേണ്ടി നല്ലതാണ് കേട്ടോ. ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒക്കെ കുറവാണ്. വെയിറ്റ് ലോസിനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മില്ലറ്റാണ്. അപ്പോൾ കഴുകിയത് കഞ്ഞി വെക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ഋഷിക്കുട്ടൻ്റെ മുട്ടയടിക്കാനായിട്ട് മരുതമലയ്ക്ക് പോവുകയാണ് കേട്ടോ. നേർന്നതൊന്നുമല്ല, തന്നുവിനെ നമ്മൾ പഴനിയിൽ കൊണ്ടുപോയി മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഋഷീനെ നമുക്ക് മരുതമലയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ദൂരമൊന്നുമില്ല നമ്മുടെ ഇവിടെ നിന്ന്. അപ്പോൾ എന്തായാലും മരുതമലയിൽ പോയി മുട്ടയടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് രാവിലെ കഞ്ഞിയൊക്കെ വെച്ച് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും കൊടുത്ത് ഞാനും കഴിച്ചത് റെഡി ആവാനായിട്ട് പോവുകയാണേ. അതിന് തന്നെ ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീമാണ് ഇടുന്നത്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയ്ക്ക് നല്ലൊരു ഹൈഡ്രേഷനൊക്കെ വേണ്ടിയിട്ട് നാച്ചുറൽ ലുക്ക് ഉണ്ടാവും കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ സ്ട്രോബ് ക്രീം. പിന്നെ ഫേസസ് കാനഡയുടെ തന്നെ ഹൈഡ്രാമാറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ആ സ്ട്രോബ് ക്രീം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു കവറേജ് കിട്ടും. ഒട്ടും ഹെവി ആയിട്ട് തോന്നില്ല. നമ്മുടെ ഫേസ് ഒന്നും ഒട്ടും കേക്ക് ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. പിന്നെ കോഫി വാവ് ലിപ്സ്റ്റിക്കും കൂടെ ഇടുന്നുണ്ട്. പിഗ്മെൻറ്റഡ് ആണ്. പിന്നെ നമുക്ക് തന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഒട്ടും ഡ്രൈയിങ്ങും അല്ല, ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞു. സെറ്റിംഗ് സ്പ്രേയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആമസോണിലും പർപ്പിളിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഡ്രസ്സൊക്കെ മാറി റെഡിയായി കഴിഞ്ഞപ്പോഴാണ് മുട്ടയടിക്കുന്ന സമയത്ത് മടിയിൽ വെച്ചാൽ മുട്ടയടിക്കുന്നുണ്ടെങ്കിൽ മുടി മൊത്തം മേത്താം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് അമ്പലത്തിൽ കയറണ്ടേ. പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് മാറിയിട്ടോ ഡ്രസ്സൊക്കെ എടുത്ത് മടക്കിയെടുത്ത് എൻ്റെ ഡ്രസ്സും കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം ഞാനൊരു കവറിലാക്കി എടുത്ത് വെച്ചു. അപ്പോൾ ഓരോ ഡ്രസ്സ് എടുത്ത് വെച്ചോ കുറച്ചധികം കവറുകളും ആയിട്ടോ. പിന്നെ വീട്ടിൽ പോയി അച്ഛനും അമ്മേനെ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടുന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. ശ്രീകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ ഇനി മരുതമലയ്ക്കാണ് പോകുന്നത്. നമുക്ക് അട്ടപ്പാടി തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇവിടെ എത്തിയിടയ്ക്ക് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഓരോ കുട്ടികളുടെ കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ പഴനിയിൽ ഞങ്ങൾ പോയി തനുവിന് മുട്ടയടിച്ച സമയത്ത് തനു അറിയാതെ തന്നെ ഒരു 3/4 ഭാഗം മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കുഞ്ഞു പിന്നെ കരയുകയൊക്കെ ചെയ്തത്. പക്ഷേ ഇവിടെ ആദ്യമേ ഇങ്ങനെ കുഞ്ഞിനെ പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ മുട്ടയടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ് കുഞ്ഞ് ഒരു പരുവായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വന്നു കേട്ടോ. മറ്റേന്ന് പറഞ്ഞാൽ കുഞ്ഞറിയാതെ തന്നെ കുറേ മുട്ടയടിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് നേരം ഒന്ന് പിടിച്ച് വെച്ചുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ച് മുട്ടയടിക്കൽ. പിന്നെ മുട്ടയൊക്കെ അടിച്ച് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. ഉച്ചയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നട അടച്ചേക്കുമായിരുന്നേ. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഒരുപാട് ചൂടും ഉണ്ടായിരുന്നില്ല. നല്ല കാറ്റായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഉള്ളിൽ കയറി തൊഴുതു. പിന്നെ പുറത്തിറങ്ങി അച്ഛനും അമ്മയൊക്കെ നടന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടിയിൽ തന്നെ പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ നടന്നു പോകാൻ നിന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരെ പോകാനായിട്ട് പറ്റുവേ. അവിടെ നിന്ന് കുറച്ച് ലഡ്ഡുമൊക്കെ വാങ്ങി, പിന്നെ അവിടെ നിന്ന് കുറച്ച് പ്രസാദമൊക്കെ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പുളിസാദം പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ നേരെ തിരിച്ചിറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വരും.